ലോക സിനിമാ പ്രേക്ഷകർ കാത്തിരുന്ന വിഖ്യാത സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ്റെ ദി ഒഡീസി എന്ന സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഷോ കഴിഞ്ഞ് പ്രേക്ഷകർ ഇപ്പോൾ തിരുവനന്തപുരം ഏരീസ് ഫ്ലക്സ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ അവരുടെയൊക്കെ ഈ സിനിമ കണ്ടിറങ്ങിയവരുടെയൊക്കെ ഒരു പ്രതികരണം തേടാം. എങ്ങനെയുണ്ടായിരുന്നു? വാക്കുകളില്ല സത്യം പറഞ്ഞാൽ പറയാൻ. ഞാൻ പുള്ളിയുടെ ഒരു ഫാനാണ്. എല്ലാ മൂവീസും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഒരു ഗ്രീക്ക് മെത്തോളജി ഒരു മൂവിയായിട്ട് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതും നോളൻ്റെ ആ ഒരു നമുക്കറിയാം എത്രത്തോളം അതൊരു ആ ലാൻഡ്സ്കേപ്പും എത്രയായിരിക്കും നമുക്ക് മനസ്സിലാക്കുമായിരുന്നു. വിഷ്വൽസ് ഒരു ഗംഭീരം വിഷ്വൽസ്, ഒന്നും പറയാനില്ല. അദ്ദേഹം ഇതിൽ ഫസ്റ്റ് ഹാഫൊക്കെ കുറേ നല്ല വിഷ്വൽസ് ഉണ്ട്. നമ്മൾ ഭയങ്കര അമേസ് ആയിപ്പോൾ. നമ്മൾ ആക്ച്വലി ഒരു ഫിലിം എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമെന്ന് തോന്നിപ്പോകുന്ന കുറേ സീൻസ് ഉണ്ട്. അപ്പം വിഷ്വലി ഭയങ്കര ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫും അത് തന്നെ, ആ ഒരു സ്റ്റോറി നറേഷൻ എല്ലാം നല്ല ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. സിനിമയിൽ അതിൽ CG എഫക്ട്സ് ഒന്നും തോന്നിപ്പിക്കത്തില്ല. എല്ലാം ഒറിജിനാലിറ്റിയുള്ള സീനുകളായിരുന്നു. ബോട്ട് ഷിപ്പിൻ്റെ കുറേ സീൻസ് ഉണ്ട്, എൻവയോൺമെൻറ്റ് സീൻസ് ഉണ്ട്, അതെല്ലാം പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. വിഷയം സീന് ഒരു ഫുൾ ഹ്യൂമൻ ഇമോഷനാണ്. ഇറ്റ്സ് എ വർത്ത് വൈൽ ആൻഡ് എപ്പോഴും ഒരു നോളൻ മൂവി വേൾഡ് വൈഡ് ഒരു ഇവന്റ് തന്നെയാണ്. എവറിബഡി സ്റ്റോപ്സ് ആൻഡ് സീസ് പീസ് ഓഫ് വർക്ക്. നോളൻ്റെ സെയിം അനുഭവം തന്നെയാണ്. ഒരു നോളൻ മൂവി എക്സ്പെക്ട് ചെയ്യുന്ന വരുന്നവർക്ക് ആ ഒരു ഫീലിലുള്ള ടച്ചിലുള്ള പടമായിട്ട് കിട്ടുന്നത്. പിന്നെ ഹോമറിൻ്റെ സ്റ്റോറിയാണ് അവരെടുത്ത് വെച്ചിരുന്നത്. അത് അതുപോലെ തന്നെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നോളൻ പുള്ളി ട്രൈ ചെയ്യാത്ത ചെറിയ സാധനമുണ്ട്, ഹൊറർ എലമെൻ്റ് ഉണ്ട്. അത് ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിരിക്കുന്നത്. അത് നൈസാണ്. ഇത് പക്ക ഒരു ഐമാക്സ് എക്സ്പീരിയൻസ് ആണ് പടം. പക്ഷെ നമുക്ക് ഇവിടെ വരുന്ന സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ്. പക്ഷെ എന്നാൽ പോലും വന്ന് നല്ലതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പടം. ഓക്കെ സർ. നറേഷനും എല്ലാം ഇഷ്ടപ്പെട്ടു. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. എല്ലാ രീതിയിലും നോളൻ്റെ ഇതുവരെയുള്ളതിലും ബെസ്റ്റ് ആയിരുന്നു. എങ്ങനെയുണ്ട്? ഒരു നോളൻ മാജിക് വന്നിട്ട് സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ ബിയോണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഇതൊരു കിടിലം എക്സ്പീരിയൻസ് ആണ്. ഡെഫിനറ്റ്ലി മിസ് ചെയ്യരുത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി, ബ്യൂട്ടിഫുൾ കാസ്റ്റ്, ബ്യൂട്ടിഫുൾ സ്റ്റോറി. എവറിബഡി ഷുഡ് വാച്ച് ഇറ്റ്. ലൈക്ക് സോഴ്സ് മെറ്റീരിയൽ വെച്ച് തന്നെ നോളൻ്റെ ഒരു സിമ്പിൾ പടം എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് സ്റ്റോറി ഈസ് പ്രിറ്റി സ്ട്രേറ്റ് ഫോർവേഡ്. പക്ഷേ ബാക്കിയെല്ലാം ലൈക്ക് ഇഫ് യു ആർ എ ഫാൻ ഓഫ് ദ ഡയറക്ടർ യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ്. ഐമാക്സിൽ ക്യാമറയിലെടുത്ത സിനിമയാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടുന്നു. അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. അത് ഇങ്ങനെ ഐമാക്സിൻ്റെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു പുതിയ കഥ പോലെ നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിലിം ഈസ് വെൽ മെയ്ഡ്, ദ ബെസ്റ്റ് ഫിലിം. അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെയൊക്കെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇത് തന്നെയാണ് നോളൻ്റെ ബെസ്റ്റ് ഫിലിമുകളിൽ ഒന്ന് തന്നെയാണ്. നോളൻ്റെ ആ പീക്ക്, ആ മാജിക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പ്രേക്ഷകരെ, സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരെ ഒന്നും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്.